أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم خاتم الأنبياء ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ദീർഘദർശന പ്രകാരം ഈ കാലഘട്ടത്തിൽ മനുഷ്യരാശിയുടെ വിശിഷ്യ മുസ്ലിം സമൂഹത്തിൻ്റെ സമഗ്രമായ സമുദ്ധാരണത്തിനായി അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട വാഗ്ദത്ത മഹ്ദി മസീഹാണ് ഹസ്രത്ത് മിർസ ഗുലാം അഹ്മദ് അലൈഹിസ്സലാം. ആ മഹാത്മാവ് ദൈവിക കൽപ്പന പ്രകാരം ആരംഭിച്ച ഇസ്ലാമിക പുനരുജ്ജീവന പ്രക്രിയയാണ് അഹ്മദിയ മുസ്ലിം ജമാഅത്ത്. വിവിധ പ്രത്യയ ശാസ്ത്രങ്ങൾക്കും മതങ്ങൾക്കും മേൽ ഇസ്ലാമിൻ്റെ വൈജയന്തി ഉയർത്തിയ ഹസ്രത്ത് അഹ്മദ് അലൈഹിസ്സലാമിൻ്റെ വിയോഗത്തെ തുടർന്ന് വിശുദ്ധ ഖുർആൻ്റെ വാഗ്ദാനവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനവും അനുസരിച്ച് സ്ഥാപിതമായ ഖിലാഫത്ത് വ്യവസ്ഥിതിയുടെ കീഴിൽ അഹ്മദിയ മുസ്ലിം ജമാഅത്ത് ഇന്ന് 195 രാജ്യങ്ങളിൽ കർമ്മനിരതമാണ്. ഇപ്പോഴത്തെ ആഗോള ഖലീഫ ഹസ്രത്ത് മിർസ മസ്റൂർ അഹ്മദ് സാഹിബ് അയ്യദല്ലാഹു തആല ബിനസ്റിൽ അസീസാണ്. അഹ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളാണ് ഞങ്ങളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ സിഡിയിലൂടെ അവതരിപ്പിക്കുന്ന വിഷയം ഹസ്രത്ത് അഹ്മദ് അലൈഹിസ്സലാമിൻ്റെ സത്യസാക്ഷ്യം. ولو تقول علينا بعض الأقاويل لأخذنا منه باليمين ثم لقطعنا منه الوتين فما منكم من أحد عنه حاجزين وإنه لتذكرة للمتقين وإنا لنعلم أن منكم مكذبين. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. സൂര്യ താപമേറ്റ് ഊഷരമായി മാറുന്ന ഭൂമി വർഷപാതം വരുമ്പോൾ, അതായത് മഴ പെയ്യുമ്പോൾ അതിൽ നിന്ന് ചെടികളും സസ്യലതാദികളും മുളച്ചു വന്നാറുണ്ട്. ഇതേപോലുള്ളൊരു പ്രക്രിയ ആത്മീയ ലോകത്തും നടക്കുന്നുവെന്ന് ഖുർആൻ പറയുന്നു. അതായത് ആത്മീയമായിട്ടുള്ള വരൾച്ച വരികയും ആത്മീയ അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്യുമ്പോൾ ആ മനുഷ്യരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ദൈവിക സ്വച്ഛജലം വഹീൻ്റെ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് അള്ളാഹു തൻ്റെ വരിഷ്ഠദാസന്മാരെ നിയോഗിച്ചയക്കാറുണ്ട്. അതിനുശേഷം ആത്മീയമായിട്ടുള്ള സസ്യലതാദികൾ ജനങ്ങൾക്ക് തണലേകുന്ന സമാധാന സമ്പൂർണമായ ജീവിതം സമ്മാനിക്കുന്ന മനുഷ്യ കുലത്തിൽ നിന്നുള്ള ആളുകൾ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നു. ഇത് അള്ളാഹുവിൻ്റെ ഒരു സനാതന നിയമമാണ്, ഒരു സുന്നത്താണ്. ഈ സുന്നത്ത് ഖുർആൻ പല സ്ഥലങ്ങളിൽ വിവരിക്കുന്നുണ്ട്. മനുഷ്യൻ ഓരോ പ്രവാചകന്മാരും വന്ന കാലഘട്ടങ്ങളെ കുറിച്ച് വിവരിക്കുമ്പോൾ ഖുർആൻ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഖുർആനിൽ പല സ്ഥലങ്ങളിലുള്ള പരാമർശങ്ങളുണ്ടെങ്കിലും 1-2 സ്ഥലങ്ങൾ നമ്മൾ ഇപ്പോഴേ ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ നല്ലതാണ്. അതിന് മത്സരോട് ഞാൻ പറയുന്നത്, ഇന്നത്തെ സാഹചര്യം, അത് ക്രിസ്തീയരാകട്ടെ, ജൂതരാകട്ടെ, മുസ്ലിങ്ങളാകട്ടെ, മറ്റ് സൊറാസ്ട്രാകട്ടെ, കൺഫ്യൂഷ്യസ് ആകട്ടെ, സിഖാകട്ടെ, ജൈനരാകട്ടെ, ബുദ്ധരാകട്ടെ, ഏത് മതാനുയായികളെ നോക്കിയാലും സംതൃപ്തിയില്ലാത്ത, ആത്മീയമായ നിലയിൽ സംതൃപ്തിയില്ലാത്ത ഒരു നില. പിന്നെ കക്ഷി പ്രതികക്ഷികളായ ഒരു മതത്തിൻ്റെ അനുയായികൾ, ക്രിസ്ത്യാനികൾ 100 കക്ഷികൾ, മുസ്ലിങ്ങൾ 100 കക്ഷികൾ, ഹിന്ദുക്കളിൽ പല വിഭാഗങ്ങൾ. അപ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റാണെന്നുള്ള തർക്ക വിതർക്കങ്ങൾ ഇതൊക്കെ നിലകൊള്ളുമ്പോഴും ഏതിൽ നിൽക്കുന്ന ഒരാൾക്കും പൂർണ്ണമായിട്ട് സമാധാനമില്ലാത്ത ഒരു അവസ്ഥ കാണുന്നുണ്ട്. ഇതിന് ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ഗൈഡൻസ്, ഒരു മാർഗദർശനം ഉണ്ടാവേണ്ടതാണ് എന്ന് സ്വാഭാവികമായിട്ടും ഒരു സാധാരണ ബുദ്ധിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഖുർആനിൽ പറയുന്ന 1-2 സ്ഥലങ്ങൾ, ആ സമയത്ത് എന്താണ് ഖുർആൻ അതിന് നൽകുന്ന മാർഗനിർദ്ദേശം എന്ന് മത്സരം പറഞ്ഞാൽ നല്ലതായിരുന്നു. ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് മനുഷ്യൻ ധാർമ്മികമായി അധപ്പതിക്കുമ്പോൾ അവരെ സാൻമാർഗികമായി മുന്നോട്ട് നയിക്കുന്നതിനും അങ്ങനെ സൃഷ്ടാവായ ദൈവവുമായി അവരെ ബന്ധിപ്പിക്കുന്നതിനുമുള്ള ഒരേ ഒരു മാർഗം വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കി തരുന്നത് ദൈവനിയോഗിതരായ ആളുകളുടെ ആഗമനമാണ്. ഉദാഹരണമായി ഖുർആൻ സൂറ സാഫാത്തിൽ അതിനെ സംബന്ധിച്ച് പറയുന്ന 72-73
വചനങ്ങളാണ്. ഖുർആൻ പറയുന്നത് വലക്കദ് ദല്ല ഖബ്ലഹും അക്സറുൽ അവ്വലീൻ. ഇതിനു മുമ്പേ അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. അവരുടെ ഭൂരിഭാഗം ആളുകളും വ്യക്തമായ വഴികേടിലായിരുന്നു. വലക്കദ് അർസൽനാ ഫീഹിം മുൻസരീൻ. അവർക്ക് ഇടയിൽ നാം നമ്മുടെ താക്കീതുകാരെ, അവരെ നേർമാർഗത്തിലേക്ക് നയിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് എത്തിക്കുന്നതിനുള്ള താക്കീതുകാരെ നാം അയച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഖുർആൻ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കി തരുന്നത് ധാർമ്മികമായി അധപ്പതിക്കുന്ന കാലഘട്ടങ്ങളിലെല്ലാം അവരെ അള്ളാഹുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സംവിധാനം ദൈവികമായ പ്രവാചകന്മാരുടെ, ദൈവികമായ സന്ദേശവാഹകരുടെ ആഗമനമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ സംഗതിയെ വിശുദ്ധ ഖുർആൻ വേറൊരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ ഖുർആൻ പറയുന്നത് സഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ, ഭൂമിയും കടലും കരയും ഒരുപോലെ അന്ധകാരത്തിൽ അകപ്പെട്ടു കഴിക്കുന്ന, എല്ലാ നിലയ്ക്കും ഫസാദുകളുള്ള ഒരു കാലഘട്ടത്തിൽ, ഡാർക്ക് ഏജ് എന്നാണ് അതിന് ചരിത്രകാരൻ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പോലെ നിയോഗം ഉണ്ടായത് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്ത് പറയുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ ഒരേ ഒരു മാർഗമാണ് ഈ തരത്തിലുള്ള അന്ധകാരങ്ങളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുന്നതിനുള്ളത്. അത് ദൈവികരായിട്ടുള്ള ആളുകളുടെ ആഗമനമാണ് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്ത് പറയുന്നു. ഇപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്ന സംഗതിയും ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യകരങ്ങളുടെ പ്രവർത്തനത്തിന്റെ തിക്തഫലമായിട്ട് കടലിലും കരലിലും അന്ധകാരം വ്യാപിച്ചിരുന്നു എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമന സമയത്തെ ഖുർആൻ എടുത്ത് പറയുന്നതാണ്. കടലും കരയും എന്നതിനെ കുറിച്ചിട്ട് ഉള്ള വ്യാഖ്യാനം വേദഗ്രന്ഥങ്ങൾ ഉണ്ട് എന്ന് ഇൽഹാമിയായിട്ടുള്ള ഗ്രന്ഥങ്ങൾ കിട്ടിയിരുന്ന ആളുകൾ, വേദഗ്രന്ഥങ്ങൾ ഇല്ല എന്ന് നിൽക്കുന്ന വേദഗ്രന്ഥങ്ങളുടെ പിൻപറ്റുന്നവരല്ലാത്ത ആളുകൾ, രണ്ട് വിഭാഗം ആളുകളും ഒരേപോലെ അന്ധകാരത്തിലായിരുന്നു എന്നാണ് നബി തിരുമേനിയുടെ ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത്. ഇന്നും വേദഗ്രന്ഥത്തിൻ്റെ അടിമകൾ, വേദം ഉള്ളവർ എന്ന് പറയുന്ന ആളുകൾ, അത് ക്രിസ്ത്യരാവട്ടെ, ജൂതരാവട്ടെ, മുസ്ലിങ്ങളാവട്ടെ, അല്ല ചില ഹൈന്ദവ പ്രസ്ഥാനങ്ങളും വേദങ്ങളെ അംഗീകരിക്കുന്നവരാണ്. അതൊന്നും ഇല്ലാത്ത ആളുകളുണ്ട്, മുശ്രിക്കുകളായിട്ടുള്ള വേറെ കുറേ ആളുകളുണ്ട്. എല്ലാ തലങ്ങളിലും ഈ ആത്മീയ അന്ധകാരം വ്യാപിച്ചു കിടക്കുന്നതായിട്ട്, അതിൻ്റെ അധപ്പതനത്തിൻ്റെ ഒരു അഗാധ ഗർത്തങ്ങളിലേക്ക് ആണ്ടുപോയതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ മുസ്ലിം സമുദായമായി തീരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല സ്ഥലങ്ങളും പറഞ്ഞിട്ട്, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷെ ഇങ്ങനെ ഇസ്ലാമിൽ അങ്ങനെ ഒരു കാലം വന്നാൽ, ആ കാലഘട്ടത്തിൽ ഇസ്ലാമിൽ ഇനി ഒരാൾ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വന്നിട്ടുണ്ട്, ഇനിയും ഒരാൾ വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതോ അല്ലെങ്കിൽ ഖുർആനിൽ അതിനുള്ള സൂചനകളുണ്ടോ എന്നുള്ള കാര്യം മൗലവി സലീം സാഹിബ് ഒന്ന് വിശദീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സൂറത്ത് ജുമായിലെ തുടക്കം തന്നെയുള്ള റുക്കൂയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹുവല്ലസീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ വആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം വഹുവൽ അസീസുൽ ഹകീം. ഇതിൽ അള്ളാഹു പറയുന്നു, അവനത്രേ അക്ഷരജ്ഞാനമില്ലാത്ത ആ ജനതയിൽ, അതായത് അറബികളിൽ, അവരിൽ നിന്നുള്ള ഒരു ദൂതനെ എഴുന്നേൽപ്പിച്ചിട്ടുള്ളത്. ആ ദൂതൻ അവൻ്റെ വചനങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും അവർക്ക് ഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇതിനു മുമ്പ് അവർ സ്പഷ്ടമായ വഴികേടിലായിരുന്നുവെങ്കിലും അവരോടൊപ്പം ഇതേവരെ ചേർന്നിട്ടില്ലാത്ത അവരിൽ നിന്നുള്ള മറ്റൊരു ജനതയിലും അവൻ ദൂതനെ എഴുന്നേൽപ്പിക്കുന്നതാണ്. അവൻ പ്രതാപവാനും അഗാധജ്ഞനുമാകുന്നു. വിശുദ്ധ ഖുർആനിലെ 62-ാമത്തെ അധ്യായമായ അൽ ജുമായിലെ 3-4 ആയത്തുകളാണ് ഞാനിപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്തുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ഒരു 2ാമത്തെ ആഗമനത്തെക്കുറിച്ചുള്ള ഒരു സൂചന ഇതിലടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, അത് സംബന്ധിച്ചുള്ള ഹദീസും വ്യക്തമായി ഇതിൻ്റെ വിശദീകരണമായിട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, പൂർവിക പണ്ഡിതന്മാരും ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്തിൽ ഒരു പ്രവാചകൻ്റെ, ഉമ്മത്തിൽ നിന്നുള്ളൊരു പ്രവാചകൻ്റെ ആഗമനത്തെക്കുറിച്ചുള്ള ഒരു സൂചനയും ഇതിലടങ്ങിയിട്ടുണ്ട്. ഇമാം മഹദി ആഗതനാകുമെന്നുള്ള പൂർവ്വ പണ്ഡിതന്മാരുടെ ആ വ്യാഖ്യാനം ഈ ആയത്തിനെല്ലാം വ്യാഖ്യാനിച്ചുകൊണ്ടാണ് വന്നിട്ടുണ്ട്. അപ്പോൾ സൂറത്തുൽ ജുമയിലെ 3-4 ആയത്തുകൾ, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും എന്ന് തുടങ്ങുന്ന ആയത്തിൽ അവസാന ഭാഗത്തെ, അതായത് നിരക്ഷരരായ അറബികളിൽ തൻ്റെ ദൂതനെ നിയോഗിച്ചത് അള്ളാഹുവാണ്. അവിടെ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന ചർച്ച കൂടി അതിലേക്ക് കൂടുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ വൈൻകാനു മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീനാണ്.
അവർ വ്യക്തമായ വഴികേടിലായിരുന്നു അതിന് മുമ്പ്. അപ്പോഴാണ് അവരങ്ങോട്ട് അയച്ചത്. വ്യക്തമായ വഴികേടിലായതുകൊണ്ട് അള്ളാഹു തൻ്റെ ദൂതനെ ഗ്രന്ഥവും ജ്ഞാനവും പഠിപ്പിക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും അവർക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു കൊടുക്കുകയും അവർക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രവാചകൻ അയച്ചു. അതിനുശേഷം വന്ന് വാഹരീന മിൻഹും ലമ്മ യൽഹഖു ബിഹിം എന്നതിലാണ് താങ്കൾ സൂചന വ്യക്തമായിട്ട് തന്നെയാണ് അതിനുള്ളത്. എന്തെന്ന് വെച്ചാൽ അവരോട് ഇന്നേ വരെ ചേർന്നിട്ടില്ലാത്ത മറ്റൊരു സമുദായത്തിലും ആ ദൂതനെ അയക്കുന്നവർ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ സമുദായോട് ചേർന്നിട്ടില്ലാത്ത മറ്റൊരു സമുദായത്തിലും അയച്ചിരിക്കുന്നു. ആ മറ്റൊരു സമുദായം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതേതാണ് എന്നുള്ളത് നമുക്ക് സംശയമുണ്ട് ഈ അർത്ഥത്തിൽ നമ്മൾ അർത്ഥം വെക്കുമ്പോൾ. പക്ഷെ ഇതിന് ചില ആളുകൾ അർത്ഥം വെക്കുന്ന എന്താണ്, മറ്റ് സമുദായത്തിൽക്കും റസൂലുള്ളാഹി തന്നെയാണ് ദൂതൻ എന്നുള്ളതാണ്. അങ്ങനെ ഒരു അർത്ഥം കൊടുക്കാൻ ഈ ആയത്ത് നമുക്ക് അനുമതി നൽകുന്നില്ല. ചരിത്രവും അതിന് വിപരീതമാണ്. ഈ ആയത്ത് ഇറങ്ങുമ്പോഴേ അല്ല, അത് മാത്രമല്ല, ആ കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലലാലി മുബീൻ എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു കാലഘട്ടം മുസ്ലിങ്ങളിലും ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ എടുത്ത് പറഞ്ഞത് ജനങ്ങളുടെ ഒരു കാലം വരും, അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം അതിൻ്റെ പേരിൽ മാത്രമാകും, ഖുർആൻ അതിൻ്റെ ലിപികളിൽ മാത്രമാകും, പള്ളികളുണ്ടായിരിക്കും, ജനനിബിഡങ്ങളായിരിക്കും, വലിയ എടുപ്പുകളായിരിക്കും, പക്ഷേ അതിൽ ഭക്തിശൂന്യമായിരിക്കും. അതുപോലെ അന്ന് ആ കാലഘട്ടത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പണ്ഡിതന്മാർ ആകാശത്തിന് കീഴിൽ നികഷ്ടജീവികളായി അധപ്പതിക്കും, എല്ലാ ഫിത്രകളും അവരിൽ നിന്നായിരിക്കും പുറപ്പെടും, അവരിലേക്ക് തന്നെ മടങ്ങും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിനുണ്ടാകുന്ന കാലഘട്ടം സംബന്ധിച്ചും വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിശുദ്ധ ഖുർആന്റെ വചനം കൂടി എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ലലാലത്തിലായ അല്ലെങ്കിൽ പരിപൂർണമായും അന്ധകാരത്തിലേക്ക് അധപ്പതിച്ച ഈ ഉമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രണ്ടാമത്തെ നിയോഗം എന്ന് പറയുമ്പോൾ അത്തരത്തിലൊരു മഹാത്മാവിന്റെ ആവശ്യകത ഈ കാലഘട്ടം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എത്തിയലന്നാസിതമാനും ലായബക്കാമിൽ ഇസ്ലാമി ലസ്മുഹു എന്നുള്ള ഹദീസാണ് പറഞ്ഞത്. അപ്പോൾ ഈ കാലഘട്ടത്തിലെ ജനം എല്ലാ തരത്തിലും ഇസ്ലാമിന് നാമാവശേഷമായിട്ടുണ്ട്. അതായത് ഇസ്ലാമിന് പേര് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ടെററിസം ഒക്കെ ഉള്ള കാലമാണ് ഇപ്പോൾ. അതായത് സമാധാനത്തിൻ്റെ ടെററിസമാണ് അത്രേ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാക്കുക എന്ന വാക്കിനർത്ഥം. സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ടെററിസം ആവശ്യമുണ്ടോ? ഇസ്ലാമിക് തീവ്രവാദമുണ്ട്. ഇന്ന് മനുഷ്യന് ഏറ്റവും കൂടുതൽ അടങ്ങാറ് ഇസ്ലാമിക് ജിഹാദ് കൊണ്ടാണ്. ജിഹാദ് എന്നുള്ള പ്രശ്നം തന്നെ കേട്ട പേടിയാണ് ആളുകൾ. അത് ഇസ്ലാമിൻ്റെ പേരിലാണ് വരുന്നത്. വാസ്തവത്തിൽ ഇസ്ലാമിക് ജിഹാദ് ഒരു പുണ്യമായിട്ടുള്ള ഒരു ഡിഫൻസിൻ്റെ ഒരു യുദ്ധമായിരുന്നു. അതിനെ ജനങ്ങളുടെ ഇടയിൽ തീവ്രവാദമാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഇസ്ലാം അതിൻ്റെ പേര് മാത്രമേ ഉള്ളൂ എന്നുള്ള പാശ്ചാത്യ മീഡിയ ചെയ്യുന്ന പണിയാണെങ്കിലും അത് ചെയ്യാനുള്ള വളം വെക്കുന്ന മുസ്ലിം രാഷ്ട്രങ്ങളിലുള്ള തെറ്റിദ്ധരിക്കപ്പെട്ട മുസ്ലിങ്ങൾ അല്ലെങ്കിൽ സാധാരണ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട സാധാരണ യുവാക്കളാണ്. അവർ അതിന് ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം താല്പര്യങ്ങൾക്കായിട്ട് വളച്ചൊടിച്ച് ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്ന തീവ്രവാദികൾ ആക്കി മാറ്റുന്ന മുസ്ലിം കുട്ടികളാണ്. എങ്കിലും ഇസ്ലാമിൻ്റെ പേരിൽ ആ സമാധാനം എന്നുള്ളത് നശിച്ചിട്ടുണ്ട്. ആ പേര് നശിച്ചിട്ടുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പേടിയാണ്. ഖുറാനിലെ ലിപികൾ മാത്രം അവശേഷിക്കുന്നതാണ്. ഖുറാനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഖുറാൻ മൻസൂഖായ ഖുറാനാണ് ഇവിടെ ആൾക്കാരായിട്ടുള്ളത്. അതായത് ഖുറാനിൽ ചില ആയത്തുകളൊക്കെ ദുർബലപ്പെട്ടു എന്നാണ് എല്ലാ മുസ്ലിം കക്ഷികളും എഴുതിയിട്ടുള്ളത്. അലോപ്പതിയുടെ ഗുളിക സമയം കഴിഞ്ഞ മാതിരി ഖുറാന്റെ ആ ആയത്തിന്റെ കാലം കഴിഞ്ഞ മാതിരിയാണ് വിശദീകരിക്കുന്നത്. അമാനി മൗലവി ആവട്ടെ, മൗദൂദി സാഹിബ് ആകട്ടെ, സുന്നികളുടെ തഫ്സീറുകളാകട്ടെ, എല്ലാ തഫ്സീറുകളിലും വളരെ വ്യക്തമായിട്ട് പറയുന്നത് ചില ആയത്തുകളൊക്കെ മൻസൂഖ് ചെയ്തതാണ്. ഖുറാന്റെ ആയത്തുകൾ തന്നെ എടുത്ത് നോക്കിയാലോ ചില ആയത്തുകൾക്ക് അള്ളാഹു അലമെ മുറാദിന, അതിന്റെ മുറാദ് അള്ളാഹ്ക്ക് അറിയണം. അപ്പൊ എഴുത്ത് ആ വചനങ്ങളുടെ ലിപികൾ അവിടെ ഉണ്ടെങ്കിലും അതിന്റെ അർത്ഥങ്ങൾ അനുസരിച്ച് ചെയ്യാത്ത ഒരു വിഭാഗം വന്നിട്ടുണ്ട്. പിന്നെ പള്ളികൾ കൂറ്റൻ എടുപ്പുകളായിരിക്കുന്നവർ അവിടെ ജനനിബിഡങ്ങളായിരിക്കും എന്നൊരർത്ഥമുണ്ട്. ആമിറത്തും വയ്യ ഖറാബും ഹിദായത്ത് അവിടെ ഉണ്ടാവുകയില്ല. ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും പള്ളിയിലുണ്ടാവും. അപ്പൊ പള്ളികളിൽ ഹിദായത്ത് ഉണ്ടെങ്കിൽ ആ ഹിദായത്ത് പള്ളിയിൽ പോകുന്ന ആളുകളിൽ ഉണ്ടാവണം. പള്ളിയിൽ ഹിദായത്ത് അവിടെ ഇരുന്നിട്ട് കാര്യമല്ല, ആ ഹിദായത്ത് പള്ളിയിലുള്ള ആളുകളുണ്ടാവും, അതില്ല എന്നതിന് വ്യക്തമാണ്. മറ്റൊരു കാര്യം പറഞ്ഞ ഉലമാവും ഷെറുമാൻ താത്ത ആദിമി സമാധാന ഹദീസിന്റെ ഭാഗമുള്ളത് ഉലമാക്കളായിരിക്കും ഏറ്റവും ദുഷിച്ച ജനമാണ്. ഷെറ് പല ഷെറുകളുണ്ട്. പെയ്ഡ്സൊക്കെ ഷെറിന്റെ കീടങ്ങളാണ്. പക്ഷെ ഇവിടെ റസൂൽ എന്ന് പറഞ്ഞ ആകാശത്തിന് കീഴിൽ ഏറ്റവും വലിയ ഷെറ് ഉലമാക്കളാണ്. ബാക്കിയുള്ള ഷെറൊക്കെ അതിന്റെ താഴെയുള്ളതെന്ന് പറയും.